ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേലവിളിയിൽ ആ പ്രോപ്പർട്ടി ആകാശ് മേനോൻ സ്വന്തമാകുകയാണ്. 70 കോടിക്കാണ് ആകാശ് മേനോൻ ആ പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നത്. അങ്ങനെ ഇത് ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ആകാശ് മേനോനും രചനയും വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ കൈ കൊടുത്തൊക്കെ കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. ശേഷം ആകാശ് മഹേഷിൻ്റെ നേരെ കൈ നീട്ടിയിട്ട് കൈതാടെന്ന് പറയുന്നുണ്ട്. പക്ഷേ മഹേഷ് കൈ എടുക്കുന്നില്ല. എന്നിട്ടും ആകാശ് രചനയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്നും എൻ്റെ മുന്നിൽ തോൽക്കാനാ ഇവൻ്റെ വിധി, ഇവളാ എൻ്റെ ധൈര്യമെന്ന് പറഞ്ഞ് രചനയെ ചേർത്ത് പിടിക്കുകയാണ്. ഇത് കണ്ടിട്ട് മഹേഷ് ദേഷ്യത്തിൽ പുറത്തേക്ക് പോവുകയാണ്. പിന്നാലെ ഇഷിതയും പോകുന്നുണ്ട്. രചന അപ്പോൾ ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് പേപ്പേഴ്സൊക്കെ ശരിയാക്ക്, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. ഹലോ, ഒന്ന് നിന്നേ, എന്താ ഓടി രക്ഷപ്പെടുവാണോ? ദേ നിൽക്കുന്നു നിൻ്റെ പ്രണയക്കാരൻ, അവനെ പുകഴ്ത്തി കുറേ തള്ളിയിരുന്നല്ലോ. ഇഷിത മഹേഷിനെ കുറിച്ച് ഇതിന് മുന്നേ രചനയോട് പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ രചന എടുത്തിടുകയാണ്. ലവിങ് ഹസ്ബൻഡ്, പുരുഷന് പൗരുഷം, 1000 ജന്മമൊക്കെ ഇഷിത മഹേഷിനൊപ്പം ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ എടുത്തിപ്പോൾ ഇട്ടിട്ട് രചന പറയാണ്, 1000 ജന്മമോ, 6 മാസം നീ ഇപ്പോൾ ജീവിക്കുക, എന്നിട്ടാകാം 1000 ജന്മം. ഇന്ന് വീട്ടിലെത്തുമ്പോൾ നിനക്കവൻ്റെ സ്വഭാവം മനസ്സിലാകും. ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയെന്നൊക്കെ രചന ഇഷിതയോട് പറയാണ്. പക്ഷേ ഇഷിത ഇതൊക്കെ ചെറിയ ചിരിയോടെയാണ് ഇഷിത നോക്കിക്കാണുന്നത്. ഞാൻ വിവരദോഷിയ വൃത്തികെട്ടവളാണെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്, ഇന്ന് രാത്രി ഞാൻ നിന്നെ വിളിക്കും, നിൻ്റെ കരച്ചിൽ കാണാനെന്ന് രചന പറഞ്ഞിട്ട് പോവുകയാണ്. ഇഷിത മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് പോവാമെന്ന് പറയുമ്പോൾ മഹേഷ് തിരിയുന്നുണ്ട്. അപ്പോൾ ഇഷിത ചോദിക്കുന്നുണ്ട്, തള്ളാൻ തോന്നുന്നുണ്ടാവും, പക്ഷേ ആ ത്രോട്ടൊക്കെ ശരിയാകട്ടെ, അത് കഴിഞ്ഞിട്ടാവാം, മിനിമം വൈകുന്നേരമെങ്കിലും ആവും ശരിയാകാനെന്ന് ഇഷിത പറയുന്നുണ്ട്. 70 കോടി കൊടുത്ത് ലേലത്തിന് പിടിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് ഇഷിത പറയുമ്പോൾ മഹേഷ് ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. മഹേഷ് അങ്ങനെ റൂമിലിരുന്ന് ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു കുപ്പി മദ്യം എടുത്ത് കുടിക്കുന്നു. ഇത് കണ്ടിട്ട് ഇഷിത ഓടി വന്ന് ആ കുപ്പി പിടിച്ചു വാങ്ങണം. എന്നിട്ട് പറയാണ്, ആൻറ്റിബയോട്ടിക്കും റെസ്റ്റ് എടുത്തതും കൊണ്ടാണ് ഒരുവിധം മാറിയത്. അപ്പോൾ മഹേഷ് ദേഷ്യത്തിൽ എഴുന്നേറ്റിട്ട് പറയാണ്, ഇന്നെൻ്റെ പരാജയ ദിവസമാണ്, നീയാ എന്നെ പരാജയപ്പെടുത്തിയത്, നിന്നോട് പറഞ്ഞതല്ലേ വിളിക്കാനെന്ന് മഹേഷ് ഇഷിതയോട് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, 70 കോടിക്കൊന്നും അത് മുതലാകില്ല എന്ന്. അത് തീരുമാനിക്കുന്നത് നീയാണെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നു, അധികം കിടന്ന് അലറണ്ട. അപ്പോഴേക്ക് റൂമിലേക്ക് ചിപ്പി കടന്നു വരുന്നുണ്ട്. അത് കണ്ടിട്ട് പെട്ടെന്ന് ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഇഷിത പറയുന്നുണ്ട്, ഐ ലവ് യു. അപ്പോൾ തിരിച്ച് മഹേഷും പറയുന്നുണ്ട്, ഐ ലവ് യു ടു എന്ന്. ഇതൊക്കെ കേട്ടിട്ട് ചിപ്പിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. കാരണം ഇവരുടെ ഈ പ്രശ്നം ചിപ്പി അറിയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ചിപ്പിയുടെ മുന്നിൽ ഇവർ അഭിനയിക്കുകയായിരുന്നു. എന്നും ഡാഡിയും അമ്മയും ഇതുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിപ്പിയുടെ റൂമിലേക്ക് പോകുന്നു. ചിപ്പി അങ്ങോട്ട് പോയി കഴിഞ്ഞതും ഇവർ പെട്ടെന്ന് അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് ഇഷിത കുപ്പി അവിടെ വെച്ചിട്ട് മഹേഷിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റും വെള്ളം എടുത്ത് കൊടുക്കുന്നു. പക്ഷേ മഹേഷ് ആ ടാബ്ലറ്റ് തട്ടിത്തെറിപ്പിച്ച് കളയാണ്. വീണ്ടും മഹേഷ് ഇഷിതയോട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ഇഷിതയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒരിക്കലും ജീവിതത്തിലേക്ക് ആവശ്യപ്പെടാതെ വന്ന മാരണമെന്നൊക്കെ പറഞ്ഞ് ഇഷിതയെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയുന്നുണ്ട്. പക്ഷേ ഇഷിത വലിയ രീതിയിൽ അതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ആ കുപ്പി അവിടെ വെച്ചിട്ട് ഇഷിത പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ആഷിതയുടെ വീടാണ്. അവിടെ ആഷിതയുടെ അമ്മായിയമ്മ പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട്. അവിടേക്ക് ആഷിതയുടെ ഹസ്ബൻഡ് കടന്നു വരുമ്പോൾ ആഷിതയുടെ അമ്മായിമ്മ പറയുന്നുണ്ട്, എന്നെ അടുക്കള പണിയെടുത്ത് കഷ്ടപ്പെടിയിക്കുക നിൻ്റെ സഹധർമ്മിണി, എൻ്റെ മോനിത് വല്ലതും അറിയുന്നുണ്ടോ, അവളിപ്പോൾ ഈ വീട്ടിലൊരു പണിയും ചെയ്യുന്നില്ല. അപ്പോൾ ആഷിതയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, അത് ഞാൻ അവളെ തല്ലിയതിൻ്റെ പ്രതിഷേധം. അപ്പോൾ അമ്മ മോനെ കളിയാക്കുന്നുണ്ട്. കാരണം അമ്മ പറയുന്ന പോലെ കേട്ട് മരുമകളെ അടിമപ്പണിയാക്കാനുള്ള ഉദ്ദേശം ഇവിടെ നടന്നില്ല. മോൻ പറയുന്നുണ്ട് അമ്മയൊരു കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നു, എന്തിനാ എന്നെ തല്ലിയതിനോ? അമ്മ പറഞ്ഞു കൊടുത്തതുപോലെ ആഷിതയെ തല്ലിക്കഴിഞ്ഞാൽ അവൾ അടങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് മോൻ തല്ല് കൊടുത്തത്. പക്ഷേ തല്ല് കൊടുത്താൽ അവൾ അടങ്ങുമെന്നാണ് ഈ അമ്മയമ്മ വിചാരിച്ചത്. പക്ഷേ ആഷിത അതിലൊന്നും വീണിട്ടില്ല. അമ്മ പണി മുടക്കിയപ്പോൾ ഈ വീട്ടിലെ ജോലിയെല്ലാം അമ്മ ചെയ്യേണ്ടി വന്നില്ലേ,
അപ്പോൾ അമ്മ പറയുന്നുണ്ട് അത് എൻ്റെ നടു ഒടിഞ്ഞു. അപ്പോൾ മോൻ പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത്, ആഷിതയോട് ക്ഷമിച്ചാൽ അവൾ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുമല്ലോ. അവളിപ്പോൾ ഓൺലൈനിൽ ഫുഡ് വാങ്ങിയിട്ടാണ് കഴിക്കുന്നത്. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ കഴിക്കാമെന്ന് പറയുമ്പോൾ അമ്മയമ്മ പറയുന്നുണ്ട് അവൾക്ക് എവിടെ നിന്നായി ഓൺലൈനിൽ വാങ്ങാനായിട്ട് പണം. എന്നിട്ട് പറയുന്നുണ്ട് ആഷിത അയച്ചു കൊടുത്തതാവും, അവളാണല്ലോ ഈ കുടുംബത്തെ മൊത്തം തുലച്ചത്. ഇങ്ങനെയൊക്കെ അവിടെ ഇഷിതയും ആ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മോൻ ചോദിക്കുന്നുണ്ട് അമ്മ ഇതൊരു കോംപ്രമൈസ് ചെയ്യാൻ അമ്മ ഒരു വഴി പറഞ്ഞതാ. മനസ്സിന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ അവൾക്ക് 2 തല്ലുകൂടെ കൊടുക്കണം എൻ്റെ മുന്നിൽ വെച്ച്, എന്നാൽ ഞാനിത് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിന് കഴിയാതെ ആ മോൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ആഷിതയും മോനെയാണ് കാണിക്കുന്നത്. അപ്പം മോൻ ചോദിക്കുന്നുണ്ട് അമ്മയുടെ ജോലിയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ ആഷിത പറയുന്നുണ്ട് ഓർഡർ വരണം, എന്നാൽ എനിക്ക് ജോലിയാവും, അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറും. ആഷിതയുടെ മോൻ ചോദിക്കുന്നുണ്ട് അമ്മ എൻ്റെ സ്കൂൾ മാറ്റുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആഷിത പറയുന്നുണ്ട് അത് ചിപ്പിയുടെ സ്കൂളാണ് നോക്കുന്നത്, നല്ല സ്കൂളാണ് അത്. എന്നിട്ട് പറയുന്നുണ്ട് മോൻ്റെ അനിയത്തിയല്ലേ ചിപ്പി. അപ്പം മോൻ പറയുന്നുണ്ട് അത് എനിക്ക് ചിപ്പിയെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ടേക്കാണ് ആഷിതയുടെ ഹസ്ബൻഡ് വരുന്നത്, ദേഷ്യത്തോടെയാണ് വരുന്നത്. എന്നിട്ട് മോനോട് പറയുന്നുണ്ട് മോൻ അടുക്കളയിലേക്ക് പോകും, അച്ഛമ്മ വേണ്ട ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അമ്മയ്ക്കിപ്പോൾ ഓൺലൈനിൽ ഫുഡാണല്ലോ വേണ്ടത് എന്ന് പറയുമ്പോൾ ആഷിത പറയുന്നത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ അടുക്കള പണിയെടുത്ത് അമ്മയുടെ നടു ഒടിഞ്ഞു, ഇത്രയും കാലം കമാൻഡിങ് ആയിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആഷിതയുടെ ഹസ്ബൻഡ് തലകുനിച്ചിരിക്കുകയാണ്. അടുക്കളപ്പണിക്കാരിയാണല്ലോ കെട്ടിക്കൊണ്ട് വന്നത്, ഞാൻ ആ പണി നടത്തിയപ്പോൾ അമ്മയ്ക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ, ശരീരത്തിലെ പിത്തമൊക്കെ അങ്ങ് കുറയട്ടെ എന്ന് ആഷിത പറയുന്നു. ആഷിതയുടെ മോനപ്പോൾ പറയുന്നുണ്ട് അച്ഛമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് ന്യൂജൻ കാലം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആഷിതയുടെ ഹസ്ബൻഡ് ആഷിതയോട് പറയണം ആഷിത ഒരു കോംപ്രമൈസ് വേണം. ആഷിതയുടെ ഹസ്ബൻഡ് ഒരു ഇടത്തരം പാർട്ടിയാണ്. കാരണം അമ്മ പറയുന്നത് കേൾക്കുകയും വേണം, പക്ഷേ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, പൂർണ്ണമായും കേൾക്കുന്നില്ല. പിന്നെ ആഷിതയുടെ മുന്നിൽ ഭയങ്കര അധികാരവും കാണിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇടത്തരം പാർട്ടി ആയതുകൊണ്ട് 2 പേരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഫുഡ് വരുന്നുണ്ട്. ആഷിത ഫുഡ് വാങ്ങി തിരിയുമ്പോൾ മനസ്സിനെ കാണുന്നു. മനസ്സിന് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് എന്തായതെന്ന് ചോദിക്കുമ്പോൾ ആഷിത പറയുന്നുണ്ട് ആഹാരത്തിൻ്റെ കാര്യമാണ്, അത് കഴിക്കാനല്ലേ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് പറയുന്നുണ്ട് നിൻ്റെ മുന്നിലിരിക്കുന്ന എന്താ കുതിരയാണെന്ന് കരുതിയോ കയറി അങ്ങോട്ട് ഇരിക്കാനെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയില്ല, ഇപ്പം സംസാരിക്കാൻ തീരെ സമയമില്ല, സൂരജിന് സ്കൂളിൽ പോകണം, എന്നിട്ട് വേണമെങ്കിൽ ഒഴികെ നോക്കാമെന്ന് പറഞ്ഞാൽ ആഷിത അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആഷിതയുടെ പിറകെ മനസ്സിന് പോയിട്ട് ഡീന്ന് വിളിച്ചിട്ട് ആഹാരം പുറത്തു നിന്ന് വാങ്ങി കഴിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ വീട്ടിലത് നടക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് മനസ്സിന് പറയുന്നുണ്ട് പുറത്ത് വീടെടുത്ത് താമസിക്കണം എന്ന് പറയുമ്പോൾ ആഷിത പറയുന്നു അതെ അമ്മയുടെ മോനോട് പറഞ്ഞാൽ മതി, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആഷിത അങ്ങോട്ടേക്ക് പോകുന്നു. സൂരജ് മോൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് അച്ഛമ്മേന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിന് പറയുന്നു മോന് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് പറയുമ്പോൾ അച്ഛമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സൂരജ് പറയുന്നുണ്ട് ഞാൻ കഴിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് അച്ഛമ്മ ഇനി എന്നാ നന്നാവുന്നേ, വയസ്സുകാലത്ത് തളർന്നു നടക്കുമ്പോൾ അമ്മയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സൂരജ് അങ്ങോട്ട് പോകുന്നു. ആ കുട്ടിക്കുള്ള ബോധം പോലും അവിടെയുള്ള ആഷിതയുടെ ഹസ്ബൻഡും അമ്മയ്ക്കും ഇല്ല. മനസ്സിനെ ഇപ്പോൾ ആഷിതയുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് കേട്ടോടാവൻ പറഞ്ഞത്, ഇതൊക്കെ അവൾ പഠിപ്പിച്ചെടുത്തതാണ്, വിളിച്ച് ചോദിക്കട അവളെ എന്ന് പറയുമ്പോൾ ആഷിത ഓടി വരുന്നുണ്ട്. വിളിക്കൊന്നും വേണ്ട, ഞാനിവിടെ ഉണ്ട്. അല്ല ഞാനെന്താ പഠിപ്പിച്ചത്, പേരക്കുട്ടിയെ കൊണ്ട് അച്ഛമ്മയെ തെറി വിളിക്കാൻ നീ പഠിപ്പിച്ചു. ആഷിത പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കേയില്ല. അമ്മ ഈ മോനെ പഠിപ്പിക്കുന്നത് പോലെയല്ല ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുന്നത്, അവന് സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ഉണ്ടാക്കുന്നത്. ഇത് ആഷിതയുടെ ഹസ്ബൻഡിനെ കുത്തിയാണ് ആഷിത പറയുന്നത്. കാരണം സ്വന്തമായിട്ടൊരു ഉറച്ച തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് അയാൾക്കില്ല. അമ്മ എന്താണോ പറയുന്നത് അത് കേൾക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട് കുട്ടികളുടെ മനസ്സ് പഠിക്കാൻ ശ്രമിക്കാമേ, ഇല്ലെങ്കിൽ പേരക്കുട്ടികൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. മനസ്സിന് ദേഷ്യത്തിൽ മഹേശ്വർ നീ എന്താ നോക്കി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആഷിത പറയുന്നു എല്ലാം നോക്കി നിൽക്കാനേ അമ്മയുടെ മോന് കഴിയൂ, അമ്മ പഠിപ്പിച്ചതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ എന്താടി നീ പറഞ്ഞതെന്ന് പറഞ്ഞ് ആഷിതയെ അടിക്കാനായിട്ട് മഹേശ്വർ കൈ ഓങ്ങുന്നുണ്ട്. പക്ഷേ ആഷിത അത് തടുക്കുന്നു. വെറുതെ നാണം കെടണ്ടെന്ന് പറഞ്ഞ് ആഷിത അങ്ങോട്ടേക്ക് പോകുന്നു. നാണം കെട്ടവനെന്ന് പറഞ്ഞ് മനസ്സിനെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ മഹേശ്വർ ഇങ്ങനെ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
പിന്നീട് കാണിക്കുന്നത് മഹേഷിന് യശിതയാണ്. മഹേഷിന് ഭയങ്കര ചുമയാണ്. അങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ യശിത പറയുന്നുണ്ട്, ഒന്നുകൂടെ ചുമയ്ക്ക്, എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. AC ഇട്ട് ഉറങ്ങുമെന്ന് പറയും പോലെ ചുമ കേട്ട് ഉറങ്ങാമെന്ന് നാട്ടുകാരോട് പറയാമല്ലോ. കാരണം ഇതൊക്കെ പറയാൻ കാരണം ഇന്നലെ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും ഉണ്ടെങ്കിലും മഹേഷ് ആ ഗുളിക കൊടുത്തിട്ട് യശിത ഗുളിക കൊടുത്തിട്ട് മഹേഷ് കഴിക്കാതെ തട്ടി എറിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ് യശിത ഇതൊക്കെ പറഞ്ഞ് കളിയാക്കി പറയുന്നത്. എന്നിട്ട് യശിത പറയുന്നുണ്ട്, ഗുളിക കൊടുത്തിട്ട് പറയുന്നില്ല, അതായത് കഴിച്ചു, ഭാര്യ തരുന്നതായിട്ട് കരുതണ്ട, ഡോക്ടർ തരുന്നതായിട്ട് കരുതിയാൽ മതി, വേണ്ടെങ്കിലേ വലിച്ചെറിയാം എന്ന് പറഞ്ഞിട്ടും പക്ഷെ മഹേഷ് അതൊക്കെ വലിച്ചെറിയുന്നില്ല, കഴിക്കുന്നുണ്ട്. എന്നിട്ട് യശിത അവിടെ ഇരുന്നിട്ട് പറയാണ്, ഇനി തുടങ്ങിക്കോ, ഇന്നലത്തെ ലേലമല്ലേ. അപ്പോൾ ആകാശ് ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കി യശിത അങ്ങോട്ട് പറയുന്നുണ്ട്. കാരണം ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങളാണല്ലോ. അപ്പോഴേക്കും യശിതയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വരികയാണ്. കോളുള്ള ആൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ യശിത പറയുന്നു, ഞാനൊരു പേഷ്യൻ്റെ അടുത്താണ്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ പറയുന്നു, യശിതയുടെ കേസാണോ ചോദിക്കുമ്പോൾ യശിത പറയുന്നുണ്ട്, എൻ്റെ കേസല്ല, മെൻ്റൽ കേസാണെന്ന്. അപ്പോൾ അവിടെ ഒരു തമാശയുടെ രൂപത്തിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. കോള് വെച്ചതിന് ശേഷം യശിത പറയുന്നുണ്ട്, ഞാൻ കുറച്ച് തിരക്കിലാണ്, എന്ത് തെറിയും കേൾക്കാം, എന്തും പറയാം, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പറഞ്ഞതും പറയാനുള്ളതൊക്കെ കുറിച്ച് വെച്ചോ, അതിനുള്ള മറുപടി ഞാൻ തരും, ഇപ്പോഴല്ല, എനിക്ക് അനുകൂലമായ വിധി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് യശിത പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സ്വപ്നവല്ലിയും മഹേഷിൻ്റെ അച്ഛനെയാണ്. മഹേഷിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മഹേഷും യശിതയും വീണ്ടും തല്ല് തുടങ്ങിയെന്ന് തോന്നുന്നു, ഇന്നലെ രാത്രി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, രാമൻ യശിതയെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട, നല്ല കാര്യത്തിന് ഞാൻ അവളോട് സപ്പോർട്ട് നിന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ലേലം നഷ്ടപ്പെട്ടതിൻ്റെ കുറ്റം അവൾക്ക് തന്നെയാണ്, അവന് സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ അവളെ കൊണ്ടുപോയത്, അവൾ ലേലം പിടിക്കാൻ സമ്മതിച്ചില്ല, മഹേഷിനേക്കാൾ ബുദ്ധിയുണ്ടെന്ന് അവൾക്കൊരു തോന്നലുണ്ട്, പ്രിയാമണിയുടെ മന്ദബുദ്ധിയല്ലാതെ അവൾക്ക് പിന്നെ എന്ത് ബുദ്ധിയാണുള്ളത്. യശിത ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്ക് സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഓ വന്നല്ലോ, എന്താ അമ്മയെന്ന് യശിത ചോദിക്കുമ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഇന്നലെ ലേലം വിളിക്കാൻ പോയിട്ട് കൈയും വീശി വന്നതാണല്ലോ, ആ കാര്യം എവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആർക്കു വേണ്ടിയാണ് നീ ആ കളി കളിച്ചത്, ആകാശ് മേനോനും രചനയ്ക്കും വേണ്ടിയിട്ട് അല്ലേ, അവരെന്തു തന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രാമൻ എഴുന്നേറ്റ് വന്നിട്ട് സ്വപ്നം എന്ന് വിളിക്കുകയാണ്. അപ്പം യശിത പറയുന്നുണ്ട്, വേണ്ടച്ചാ, പറയട്ടെ. സ്വപ്നം പറയുന്നുണ്ട്, അവനത് പിടിച്ചിരുന്നെങ്കിൽ അവനതുകൊണ്ട് ഗുണമുണ്ടായിരുന്നേനെ, അത് നീ നശിപ്പിച്ചില്ലേ, അവൻ വലിയ ജോലിയിലിരിക്കുന്നത് നിനക്കിഷ്ടമല്ല, അസൂയ എന്ന് പറയുമ്പോൾ യശിത പറയുന്നുണ്ട്, ഇന്നലെയും ഇന്നും മഹേഷ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ വിഷയങ്ങൾ തന്നെയാണ്, ഞാൻ മഹേഷിനോട് തന്നെ പറഞ്ഞത് പറയാം, ഇന്നലത്തെ സംഭവത്തിൽ നാളെ എനിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നാൽ ഇപ്പം അമ്മ പറഞ്ഞതിന് മറുപടി ഞാൻ പറയും. ഇത്രയും പറഞ്ഞിട്ട് യശിത അങ്ങോട്ട് പോകുമ്പോൾ സ്വപ്നവല്ലി ചോദിക്കുന്നുണ്ട്, എന്താ രാമ അവൾ അങ്ങനെ പറഞ്ഞതെന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ രാമൻ പറയാണ്, എന്തെങ്കിലും ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കാം. പിന്നീട് കാണിക്കുന്നത് യശിതയുടെ അമ്മയും അച്ഛനെയാണ്. യശിതയുടെ അച്ഛൻ അവിടെ തൂത്തുകൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട്. പ്രിയാമണി പറയാണ്, മാഷെ അറിയാത്ത കാര്യമൊന്നും ചെയ്യാൻ പോകല്ലേ, ശരീരം കോച്ച് പിടിക്കുമെന്ന് പറയുമ്പോൾ യശിതയുടെ അച്ഛൻ പറയുന്നുണ്ട്, വെറുതെ ഇരുന്ന് മടുത്തു, വെറുതെ ഇരുന്ന് ചായ കുടിക്കുക, പത്രം വായിക്കുക, ആഹാരം കഴിക്കുക, ഇതൊക്കെ തന്നെയല്ലേ, വീട്ടിലെ പണികളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറയുമ്പോൾ പ്രിയാമണി കളിയാക്കി പറയുന്നുണ്ട്, അടുക്കള ഒഴിച്ച്. അപ്പോൾ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. അത് വേറെ ആരുമല്ല, ആഷിതയാണ്. വാ മോളെന്നൊക്കെ പറഞ്ഞ് പ്രിയാമണി അകത്തേക്ക് വിളിച്ച് കയറ്റുന്നുണ്ട്. പക്ഷേ ആഷിതയ്ക്കൊരു വിഷമമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വന്നതാണ്. എന്താ മോളെന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ ആഷിത പറയുന്നില്ല, അപ്പോൾ എന്നെ മറന്നിട്ടില്ല, മോളെന്നൊക്കെ വിളിച്ചല്ലോ, പേരും ഓർമ്മയുണ്ട്, വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പറയാണ്, എനിക്കൊരു മോനും കൂടെ ഉണ്ട്. മോളെ എന്താ അപ്പോൾ ഉണ്ടായെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ വീണ്ടും ആഷിത പറയാണ്, അച്ഛനും എന്നെ മറന്നിട്ടില്ല, പണ്ടെങ്ങാണ്ട് കെട്ടിച്ചു വിട്ടത് കൊണ്ട് എല്ലാം കഴിഞ്ഞല്ലോ, അമ്മായിമ്മ തല്ലിക്കൊന്നാലും കേസിനൊന്നും പോകണ്ട, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണല്ലോ അച്ഛാ. എന്നിട്ട് പറയുന്നു, നിങ്ങളെ കുറ്റം പറയാനുള്ള അവകാശം എനിക്കില്ല, ഇഷ്ടപ്പെട്ട ചെക്കനെ കെട്ടിച്ച് തന്നല്ലോ, അമ്മായിമ്മ പറഞ്ഞത് അവരെ മോനെ ഞാൻ കണ്ണും കൈയും കാണിച്ച് വശത്താക്കിയെന്നാ, വിഷുവിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞതോടെ അമ്മയുടെ നേർച്ച എല്ലാം കഴിഞ്ഞു,
അവൾക്കൊരു കുഞ്ഞുകൂടെ കിട്ടിയല്ലോ, അങ്ങനെ പേരക്കുട്ടിയെ കളിപ്പിച്ച് ഇവിടെ ഇരിക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രിയാമണി ചോദിക്കുന്നുണ്ട്, എന്താ മാഷ് ഇവളിങ്ങനെ പറയുന്നത്? മാഷ് പറയുന്നുണ്ട്, അവൾക്ക് പറയാനുള്ളതൊക്കെ അവൾ പറഞ്ഞോട്ടെ. അപ്പോൾ ആഷിത പറയുന്നുണ്ട്, ഞാനെന്താ ഇങ്ങനെ പറയുന്നതെന്നല്ലേ, അമ്മയ്ക്ക് എന്നെ കൊണ്ടുപോയി വീട്ടിലേക്കുള്ള വഴി അറിയാലോ. വെഡിങ് ആനിവേഴ്സറിക്ക് വന്നതാ അമ്മ. എൻ്റെ മോനെ അമ്മയ്ക്ക് കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആദ്യം മരുമോനായിരുന്നല്ലോ ഈ വീട്ടിലെ അമ്മയുടെ പ്രിയപ്പെട്ട മോൻ. അങ്ങനെ പറയുമ്പോൾ പ്രിയാമണി പറയണം, അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ മോളെ എന്ന് പറയുമ്പോൾ ആഷിത പറയുന്നുണ്ട്, ആണോ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ആ മരുമോൻ പറഞ്ഞതാ. രണ്ടാമത്തെ മരുമോൻ CEO, രണ്ടാമത്തെ മോള് CMO, ചീഫ് മെഡിക്കൽ ഓഫീസർ. അവൾ സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് ഒക്കെ നിങ്ങൾക്കറിഞ്ഞാൽ മതി എന്നൊക്കെ ആഷിത ഇങ്ങനെ വളരെ വിഷമത്തിൽ പറയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ആഷ് നിന്നെ മറന്നതോ അങ്ങോട്ട് മനഃപൂർവ്വം വരാതിരിക്കുന്നതോ ഒന്നുമല്ല, മനസ്സിനയുടെ ക്യാരക്ടർ മോൾക്ക് അറിയാലോ. അപ്പോൾ ആഷിത പറയുന്നു, അവരുടെ ക്യാരക്ടർ മോശം, എന്നെ തല്ലും ശകാരിക്കും. അങ്ങനെ നടക്കട്ടെ എന്നാണോ അച്ഛൻ മാഷ് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, മോളെ എന്ന് വിളിക്കുമ്പോൾ പ്രിയാമണി പറയുന്നുണ്ട്, മഹേഷിന് ഇഷ്ടമായിരുന്നില്ല അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ആഷിത ചോദിക്കുന്നു, എന്താ മഹേഷിന് അങ്ങോട്ട് വരാൻ ഇഷ്ടമല്ലായിരുന്നത്? മഹേഷിനെ ഞാനോ എൻ്റെ ഭർത്താവോ തല്ലിയോ എന്ന് ചോദിക്കുന്നു. അല്ല, മഹേഷല്ലേ എൻ്റെ അമ്മായിയമ്മയെ തല്ലാൻ വന്നത്. അവനും ഇഷവും വന്നിട്ട് നാടകം കളിച്ചിട്ട് പോയി. അവൻ്റെ ഒരു അളിഞ്ഞ നാടകം എന്നൊക്കെ പറഞ്ഞ് കസേര നീക്കിയിട്ട് ആഷിത അവിടെ ഇരിക്കുകയാണ്. LKG കുട്ടികൾക്ക് പോലും മനസ്സിലാവുമ്പോൾ നാടകമാണെന്ന്. അല്ല, അവൻ വലിയ CEO ആണല്ലോ, അവൻ പറയുന്ന പോലെ നിൽക്കണം, അവൻ ഇഷ്ടമുണ്ടെങ്കിൽ വരും. അവൻ വലിയ ആളാണെന്ന് തോന്നുന്നുണ്ടാവും, അതൊക്കെ അവൻ്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇനി എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പ്രിയാമണി ആഷിതയോട് ഇങ്ങനെ വളരെ സാവധാനത്തിൽ ചോദിക്കുകയാണ്. അമ്മേ, അവരുടെ നാടകത്തിന് തല്ല് കിട്ടിയത് എനിക്കാണ്. കഴിഞ്ഞ ദിവസം മകനെയും കൊണ്ട് എന്നെ തല്ലിച്ചു. എന്നിട്ട് ആഷിതയെ തല്ലി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.